Welcome to the Station of Computer Application Transfer College Kottayam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പോസിഷനും ഇൻവേർട്ടിബിലിറ്റി അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവ തമ്മിൽ അവയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്ന രണ്ട് തിയറംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് തിയറം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാഠത്തിൽ തിയറംസിൽ 1, 2, 3, 4 എന്ന രീതിയിൽ ന്യൂമറിക്കലായിട്ട് നമ്പർ ചെയ്ത് പോവുകയാണ്. ആൻഡ് ഹിയർ വാസ് ദ തേർഡ് തിയറം ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് തിയറം 3. A function f from x to y is invertible if and only if f is bijective. f എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. എപ്പോഴും എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ എന്ത് വേണം? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ഏതൊരു ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ തന്നെയാണെങ്കിൽ, റിലേഷനേക്കാൾ ഉപരി ആ ഇൻവേഴ്സ് ഓഫ് എഫ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വി ക്യാൻ സേ എഫ് ഈസ് ഇൻവേർട്ടബിൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് കൂടാതെ എക്സ്ട്രാ കണ്ടീഷനും കൂടെ പറയുന്നതാണ്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്. എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എഫ് ഈസ് ഇൻവേർട്ടബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ that f inverse will always be a function and hence f is invertible നമുക്ക് പറയാൻ പറ്റുന്ന പറയുന്നത്. സോ അതിൻ്റെ പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുന്നു. എഫ് ഫ്രം എക്സ് ടു വൈ ബി എ ഫംഗ്ഷൻ, അതൊരു ഫംഗ്ഷനാണെന്ന് വിളിക്കട്ടെ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ? അത് ഇൻവേർട്ടിബിൾ ആണെന്ന് തന്നിട്ടുണ്ടല്ലേ. ലെറ്റ് എഫ് ബി ഇൻവേർട്ടിബിൾ. അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിട്ട് എടുക്കുന്നു? ഇൻവേർട്ടിബിൾ ആയിട്ട് എടുക്കുന്നു. സോ വിച്ച് ഇംപ്ലൈസ് എഫ് ഇൻവേർട്ടർ എന്നതിന് അർത്ഥം എന്താ? എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷനാണ്. എഫ് ഇൻവേഴ്സ് എവിടെ നിന്ന് എവിടേക്കുള്ള ഫംഗ്ഷനാണ്? വൈയിൽ നിന്നും എക്സിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു എക്സ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. നൗ എഫ് ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ. എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? If and only for every y element of y there exists an x element of x is that f inverse of y is equal to x. f inverse എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെ ആ എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ എല്ലാ എലിമെൻറ്റ്സും കറസ്പോണ്ടിങ് ആയിട്ടൊരു യുണീക്ക് ഇമേജ് എവിടെ ഉണ്ടാവണം? കോഡൊമൈൻ എക്സിസ്റ്റ് ചെയ്യണം. That is f inverse is a function if and only for every y element of y. Capital Y ആണ് f inverse ന്റെ ഡൊമൈൻ. Therefore for every y element of the domain there exists an x element of the codomain such that f inverse of y is equal to x. That is if and only for every y element of y there exists an x element of x such that f inverse of y is equal to x. നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. കാര്യം എന്താ? എഫ് ഇൻവേർട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഇൻവേർട്ടബിൾ ആയ സ്ഥിതിക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ. അതായത് എഫിലെ ഒരു എലമെൻ്റ് ആണ് എക്സ് വൈ എന്ന് പറയുന്നതും എഫ് ഇൻവേഴ്സിലെ ഒരു എലമെൻ്റ് ആണ് വൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എഫ് ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് ഈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് എഴുതാം. സോ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതി? എഫ് ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഫോർ എവറി വൈ എലമെന്റ് ഓഫ് വൈ ദർ എക്സിസ്റ്റ് ആൻ എക്സ് എലമെന്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഈ രണ്ടാമത് എഴുതിയേക്കുന്നത് എന്തിൻ്റെ ഡെഫിനേഷൻ ആണെന്ന് നോക്കി. എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കൊരു ഫംഗ്ഷനാണ്. അങ്ങനെയെങ്കിൽ ഫോർ എവറി വൈ എലമെന്റ് ഓഫ് വൈ, ഇവിടെ എഫിനെ സംബന്ധിച്ച വൈ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ ആണ് അല്ലേ. അപ്പം കോഡൊമൈനിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും there exists an element x in the domain such that f of x is equal to y. That means f അവിടെ എന്താണ് നമുക്ക് പറയാം? f is an onto function. എന്തൊരു ഡെഫിനിഷൻ ആണ്? f എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ സംബന്ധിച്ച് ആ ഫംഗ്ഷൻ്റെ ഓൺടു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എഫ് ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഓൺടു. സോ എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് എന്തായിരിക്കണം? ഓൺടു ആയിരിക്കണം എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷൻ ആവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എഫ് ഇൻവേർട്ടബിൾ ആവുകയാണ് അല്ലേ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ എന്നതിന് മേലെ നമ്മൾ എന്താ റീപ്ലേസ് ചെയ്തു? എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഓൺടു. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സോ
എഫ് ഇൻവേർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, എഫ് ഓൺ ടു വരണം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്. Therefore എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് 1 1 ആൻഡ് എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഓൺ ടു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എഫ് ഇൻവേർട്ടബിൾ ആകുമ്പോൾ എഫ് 1 1 ആകണം, ഓൺ ടു ആകണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഓൺ ടു എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് 1 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എടുക്കുന്നു, എഫ് ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഫോർ ഈച്ച് y എലമെന്റ് ഓഫ് y എഫ് ഇൻവേഴ്സ് മസ്റ്റ് ബി യുണീക്ക്. ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഓരോ ഡൊമൈനിലെ ഓരോ എലമെന്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം അല്ലേ. സോ ആ ഡെഫിനേഷനാണ്, ഫംഗ്ഷൻ ഡെഫിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചു. ഈ ഫസ്റ്റ് ഓൺടോയുടെ പാർട്ടിൽ നമ്മൾ ഫംഗ്ഷനെ സംബന്ധിച്ച് ഫംഗ്ഷന് ഡൊമൈനിലെ എല്ലാ എലമെന്റ്സും ഒരു ഇമേജ് എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ള ഡെഫിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് 1 1 പ്രൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഇമേജ് എന്തായിരിക്കണം, യുണീക്ക് ആണെന്നുള്ള കണ്ടീഷനാണ്. ഫംഗ്ഷൻ്റെ ഡെഫിനേഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ അക്കോർഡിംഗ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇമേജ് യുണീക്ക് ആണെന്നുള്ള കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. That is, f inverse is a function if and only for each y element of y, f inverse of y must be unique. Therefore, ഇവിടെ ഓരോ y എലമെന്റ് ഓഫ് വൈക്കും എഫ് ഇൻവേഴ്സ് ഓഫ് വൈ യുണീക്ക് ആണ്. അതിനർത്ഥം എന്താ, എഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 1 1 ഫംഗ്ഷനാണ് അല്ലേ. ഓരോ വൈകൾക്കും എഫ് ഇൻവേഴ്സ് ഓഫ് വൈ, അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ. സോ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വൈകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രീ ഇമേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ യുണീക്ക്. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എവിടെ നിന്ന് അങ്ങോട്ടാണ്, വൈയിൽ നിന്നും എക്സ് വരുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന ഈ ഓരോ വൈകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ എക്സുകൾ എന്താണ്, യുണീക്ക് ആണെന്ന് അർത്ഥം അല്ലേ. അതായത് ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വൈകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. യുണീക്ക് മീൻസ് ഓരോന്നിനുള്ളത് ഓരോന്നായിട്ട് പ്രത്യേകമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ മസ്റ്റ് ബി യുണീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എഫ് ഈസ് 1 1 നമുക്ക് എഴുതാം. That is, f inverse is a function if and only if f is 1 1, or otherwise f is invertible if and only if f is 1 1. That is equation number or statement number 2. So നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, എഫ് ഈസ് an invertible function if and only if f is on to എന്നും പ്രൂവ് ചെയ്തു, എഫ് ഈസ് invertible if and only if f is 1 1 എന്നും പ്രൂവ് ചെയ്തു. Therefore from statement 1 and 2 we can say that f is invertible if and only if f is a bijective function. സോ എഫ് എന്നത് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് എന്തായിരിക്കണം, ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് തിയറം നമ്പർ 4. തിയറം നമ്പർ 4 എന്താ പറയുന്നത്, എഫ് ഈസ് ഇൻവേർട്ടബിൾ then f, that is f from x to y, the function f from x to y is invertible ആണെങ്കിൽ then f inverse composite f is equal to identity function over x and f composite f inverse is equal to iy, the identity function over y. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ആ എഫും അതിൻ്റെ ഇൻവേഴ്സും കൂടെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയുള്ളതെന്ന് പറയുന്നത്, എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐ എക്സ് തന്നെ ആയിരിക്കും, എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ വൈ തന്നെ ആയിരിക്കും. ആ രണ്ട് ഫംഗ്ഷൻസ് സെയിം ആയിരിക്കും. എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷനോട് ഈക്വൽ ആയിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് എവിടെ നിന്ന് എങ്ങോട്ടുള്ളത്, എക്സിൽ നിന്നും എക്സിലേക്ക് ഒരു ഫംഗ്ഷൻ ആണ്. ഡയഗ്രം നമുക്ക് അറിയാൻ പറ്റും. എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും എക്സിലേക്ക് ഒരു ഫംഗ്ഷനാണ്. ഓരോ എക്സുകളെയും അതാത് എക്സുകളിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് പറയാം. എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ വൈ എന്ന് പറയാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള കാര്യം എടുത്ത് എഴുതുമ്പോൾ എഫ് ഫ്രം എക്സ് ടു വൈ ബി ആൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. If f from x to y is invertible, നമ്മൾ എടുത്തെഴുതി let f from x to y be an invertible function. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ പറയാം, f ഇൻവേർട്ടബിൾ ആണെന്നുള്ള അർത്ഥം എന്താ, that is f inverse is a function and f inverse exists from y to x. f inverse ഒരു ഫംഗ്ഷനുമായിരിക്കും, അവ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും. അങ്ങനെയെങ്കിൽ ഡയഗ്രാമാറ്റിക് അതായത് പിക്ടോറിയൽ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ്,
വൈയിൽ നിന്നും തിരിച്ച് എക്സിലേക്കുള്ള ഫംഗ്ഷനാണ് എഫ് ഇൻവേഴ്സ്. സോ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ എഫ് ഓഫ് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. എഗെയിൻ എഫ് ഓഫ് എക്സിനെ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യുന്നു. എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് അത് എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് ഈസ് ഫ്രം എക്സ് ടു എക്സ്. That is f inverse composite f of x എന്ത് തന്നെ ആയിരിക്കും? f inverse of f of x. By definition of composition is f inverse of f of x which is equal to x. അത് എന്ത് തന്നെ? എക്സിനെ എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് എന്ത് തന്നെ ആയിരിക്കും? അത് ഐഡന്റിറ്റി ഫംഗ്ഷനായ ഐ എക്സ് തന്നെ ആയിരിക്കും. Therefore f inverse composite f is equal to ix. സിമിലർലി നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്നും എക്സിലേക്ക് ഒരു ഫംഗ്ഷനാണ്. അതുപോലെ എക്സിൽ നിന്നും വൈയിലേക്ക് വീണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഫംഗ്ഷനാണ് ഏത്? എഫ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വൈയിൽ നിന്നും വൈയിലേക്ക് നമുക്ക് എന്തിനെ ഡിഫൈൻ ചെയ്യാം? എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാം. Therefore എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഇറ്റ്സെൽഫ്. Therefore ഒരു എലമെന്റിനെ വൈയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു ഏത് ഫംഗ്ഷൻ? എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ. ആൻഡ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഫംഗ്ഷൻ പ്രിസർവ്സ് ദ ഐഡന്റിറ്റി ഇൻ ദ set of y and hence f composite f inverse is equal to iy. സോ നമ്മളെന്താ പറഞ്ഞത്? എഫ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓവർ എക്സ് ആൻഡ് എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് വിൽ ബി ഈക്വൽ ടു ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓവർ വൈ. നൗ നമ്മൾ രണ്ട് നോട്ട്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുകയാണ്. ഫോർ നമുക്ക് പ്രോബ്ലം അങ്ങനെ ചെയ്യാൻ ആവശ്യമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുള്ള നോട്ട്സാണിത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു എക്സ് ദെൻ G is equal to f inverse if and only if G composite f is equal to ix and f composite G is equal to iy. അത് വേറൊന്നുമില്ല, ഇവിടെ തന്നിരിക്കുന്ന ഈ എഫ് ഇൻവേഴ്സിന് പകരം എന്ത് കൊടുത്തിരിക്കുന്നു? എഫ് ഇൻവേഴ്സിന് ഒരു പേര് കൊടുത്തിരിക്കുന്നു ജി. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ഇൻ കേസ് ഈ ഒരു ഫോമിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഒരു പ്രൂഫ് കണക്ക് ഒരു തിയറം കണക്ക് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫോം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ തിയറത്തിനകത്ത് എഫ് ഇൻവേഴ്സിന് പകരം ജിയെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യുക? ഈ തിയർ അതേപോലെ എന്ത് ചെയ്യുക? പ്രൂവ് ചെയ്ത് വെക്കുക. എന്താ പറയുന്നത്? എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു എക്സ് ബി ടു ഫംഗ്ഷൻസ് ദെൻ G is equal to f inverse if and only if G composite f is equal to ix and f composite G is equal to iy. And the next note is let f from x to y and g from y to x be invertible functions. Then f inverse the whole inverse. f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അത് ഇൻവേഴ്സിനെ വീണ്ടും ഇൻവേഴ്സ് എടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടും? എഫ് തന്നെ കിട്ടും. എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് is equal to f and G composite of the whole inverse is equal to f inverse composite G inverse. അപ്പോൾ അവിടെ ആ ഇൻവേഴ്സ് എടുക്കുമ്പോൾ റിവേഴ്സല്ലോ വരും, തിരിച്ചു വരും. That is G composite f ന്റെ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് G ഇൻവേഴ്സ് ആയിരിക്കും. സോ ഇന്ന് നമ്മൾ കോമ്പോസിഷനും ഇൻവേഴ്സും ഇൻവേർട്ടിബിലിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറച്ച് റിസൾട്ടുകളും അവയുടെ പ്രൂഫ് തിയറംസ് ആൻഡ് പ്രൂഫ് ആണ് നമ്മൾ പഠിച്ചത്. സോ ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ ലെക്ചർ നോട്ട്സായിട്ട് കീപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.